ഹേ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഒരു സൈക്കോളജി ഫാക്ടിനെ കുറിച്ച് സംസാരിക്കാൻ. അതായത് ഒരാൾ നമ്മളെ വഴക്ക് പറയുന്നതിനേക്കാളും ഏറ്റവും വേദനിപ്പിക്കുന്നത് അയാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സൈലൻസ് ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളുടെ മെസ്സേജിന് റിപ്ലൈ ഇല്ല, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ അവസ്ഥയിൽ നമ്മൾക്ക് എന്താണ് തോന്നുന്നത്? അയാളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായും നമ്മളെ മാറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നീക്കം ചെയ്തിരിക്കുന്നു. ഈ ഒരു തോന്നലാണ് നമ്മൾക്ക് അത്രയും വേദന ഉണ്ടാക്കുന്നതല്ലേ? ഇന്ന് ഒരാൾ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സൈലന്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. സൈലന്റ് ട്രീറ്റ്മെന്റ് എന്തുകൊണ്ടാണ് നമ്മളെ ആഴത്തിൽ ഇത്രയും വേദനിപ്പിക്കുന്നത്? ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്തരത്തിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സയൻസ് പറയുന്നത് നമ്മളെ ഒരാൾ റിജക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമൂഹം നമ്മളെ റിജക്ട് ചെയ്യുമ്പോൾ, നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിൽ ആക്ടിവേറ്റ് ആകുന്ന ആ ഏരിയ ആണ് നമ്മളുടെ ബോഡിയിൽ ഫിസിക്കൽ പെയിൻ ഉണ്ടാകുമ്പോഴും ആക്ടിവേറ്റ് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയേറെ പെയിൻ ഫീൽ ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ റിജക്ട് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അയാളുടെ സൈലൻസ് ഒക്കെ തന്നെയും നമ്മുടെ ബ്രെയിൻ നമ്മൾക്ക് സിഗ്നൽ തരുവാണ്, ഇത് നിസ്സാര കാര്യമല്ല എന്ന്. ഒന്ന് വഴക്കിട്ട് പിരിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും അല്ലെ, എന്താണ് പ്രശ്നം എന്നുള്ളത്. പക്ഷെ ഒന്നും പറയാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് അയാളുടെ ഭാഗത്തുള്ള, അല്ലെങ്കിൽ അയാളുടെ സൈഡ് നമ്മൾക്ക് കേൾക്കാനും പറ്റുന്നില്ല, ആ ഒരു പ്രശ്നത്തിന് ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല അല്ലേ? അപ്പൊ നമ്മൾക്ക് പല പല തോട്ട്സ് ഇങ്ങനെ വരും. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ? അല്ലെങ്കിൽ ഞാൻ അയാളുടെ ലൈഫിൽ ഒന്നും അല്ലേ? എനിക്ക് അയാളുടെ ലൈഫിൽ ഒരു വാല്യൂ ഇല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇത്തരത്തിലുള്ള തോട്ട്സ് നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങും. ഇത്തരത്തിലുള്ള ആൻസർ ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുമല്ലേ നിങ്ങളുടെ മനസ്സിൽ? ഈ ഒരു കാര്യം, അതായത് ആൻസർ ഇല്ലാത്ത ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബ്രെയിനിനെ പാടെ തളർത്തി കളയും. സോ ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ ലൈഫിൽ അപ്പോൾ ഇത്ര വാല്യൂ എനിക്കുള്ളോ, എനിക്ക് റിപ്ലൈ തരാനായിട്ടുള്ള ഒരു വാല്യൂ പോലും അയാൾ എനിക്ക് തന്നിട്ടില്ലേ എന്നൊക്കെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ തോട്ട്സ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ചിരുന്ന, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരാള് ഇഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ സ്നേഹിക്കുമ്പോൾ ഒരുപാട് അങ്ങ് അറ്റാച്ച്ഡ് ആവും അല്ലേ? അത്തരത്തിലുള്ളവരും, അതുപോലെ ഇമോഷണലി വീക്ക് ആയിട്ടുള്ളവരും, ചെറിയ കാര്യം മതി അപ്പോഴേ കരയുന്ന ആൾക്കാരുണ്ടല്ലേ? അത്തരത്തിൽ ഇമോഷണലി വീക്ക് ആയിട്ടുള്ളവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അവർക്കിത് ഡബിൾ പെയിൻ ആയിട്ടായിരിക്കും തോന്നുന്നത്. അയാളില്ലാതെ നമ്മൾ നത്തിങ് ആണ്, അയാളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പവർ ഉള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് പവർ ഇല്ല, ഞാൻ പവർലെസ് ആണ് എന്നുള്ള ഡേഞ്ചറസ് തിങ്കിങ് നിങ്ങളിൽ ഉടലെടുക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഭാഗത്താണോ അയാളുടെ ഭാഗത്താണോ തെറ്റ് ശരി ഇതൊന്നും നമ്മൾക്ക് അറിയില്ല. നിങ്ങൾക്കൊന്ന് സോറി പറയണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്തൊരവസ്ഥ. ആ ഒന്ന് സോറി പറഞ്ഞ് നിങ്ങളുടെ സൈഡ് ക്ലിയർ ആക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥ. ഇത്തരത്തിൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു പെയിൻ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ. നമ്മൾക്ക് ഒന്ന് സോറി പറഞ്ഞ് ഒരുപക്ഷെ ആ ബന്ധം കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മുടെ സൈഡ് ഒന്ന് പറയണം അല്ലേ? നമ്മൾക്കൊന്ന് സോറി പറഞ്ഞ് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അതിന് കഴിയുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പതുക്കെ തളരാൻ തുടങ്ങും. നിസ്സഹായ അവസ്ഥ. നമ്മുടെ നിസ്സഹായ അവസ്ഥയും ഇമോഷണൽ പെയിനും, അത് രണ്ടും കൂടി ചേരുമ്പോൾ അതൊരു ട്രോമയിലേക്ക് മാറുന്നു. എന്തിനായിരിക്കും ചിലരിങ്ങനെ സൈലൻസ് കാണിക്കുന്നത്? നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നിനുമല്ലടോ, അത് അവരെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും. അതായത് ഒന്ന് ചിലപ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അരുതാത്ത കാര്യങ്ങൾ പറയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിൽ അവരൊന്ന് കൺട്രോൾ ആകുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് തരുന്ന പണിഷ്മെന്റ് ആകും. അതുമല്ലെങ്കിൽ ഒരു ഡൊമിനൻസ് കാണിക്കലായിരിക്കും. ഇതെന്ത് തന്നെയാണെങ്കിലും അതൊരു ഹെൽത്തി ബിഹേവിയർ അല്ല. അതായത് ഇങ്ങനെ സൈലൻസ് കാണിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ അല്ല. നമ്മൾ എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അത് അത്രയും വേദന ഉണ്ടാക്കാതിരിക്കൂ അല്ലേ? ഒന്ന് വഴക്കിട്ട് അതെല്ലാം ഒന്ന് പറഞ്ഞ് തീർത്താലും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വല്ലാത്തൊരു വേദനയായിരിക്കും അല്ലേ? ഇപ്പോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ചിലപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകാറുണ്ടല്ലേ? ചിലപ്പോൾ ലവേഴ്സ് തമ്മിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ നമ്മുടെ പാരന്റ്സ് ആയിരിക്കും അല്ലേ? പലർക്കും പല ജീവിതമല്ലേ? അപ്പോ ഫ്രണ്ട്സ് ആണെങ്കിലും
ലവേഴ്സ് ആണെങ്കിലും, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും, നമ്മുടെ പാർട്ണർ ആണെങ്കിലും അങ്ങനെ പറയാം. നമ്മുടെ പാർട്ണർ ആണെങ്കിലും, നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും, ആര് തന്നെ ആയിക്കോട്ടെ, ഇവരുടെ അടുത്തെല്ലാം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണല്ലേ? ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇങ്ങനെ സൈലൻസ് മാത്രമാവുമ്പോൾ നമ്മുടെ ആ ബന്ധം തന്നെ മരിച്ചു പോവുമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സൈലന്റ് ആയിട്ടുള്ള ബിഹേവിയർ, ഈ സൈലൻസ് കാണിക്കുന്ന ബിഹേവിയർ, അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ അല്ല. പലപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയിലൊക്കെ ഇതുപോലെ സൈലന്റ് ആകാറുണ്ട് പലരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈഗോ ആയിരിക്കും അവരുടെ. അതുമല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ ഓർ അവൾ അല്ലെങ്കിൽ അവർ അനുഭവിച്ചോളും. ഇത്തരത്തിലുള്ള തോട്ട്സ്, അതും ഒരു റീസൺ ആണ് ഇത്തരത്തിൽ സൈലന്റ് ആകാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സൈലൻസ് കാണിക്കുന്നത് ഒരിക്കലും ഒരു മെച്യൂരിറ്റി ഉള്ള ഒരാൾക്ക് പറ്റിയ പണിയേ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സംസാരിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണല്ലേ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യുക, അവരെയും കൂടി നമ്മൾ ഒന്ന് സാറ്റിസ്ഫൈഡ് ആക്കി വിടുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വളരെയധികം ഉരുകി ഉരുകിയായിരിക്കുമല്ലേ ജീവിക്കുന്നത്. പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു. അതായത് ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അയാൾ സൈലന്റ് ആയിട്ടിരിക്കുന്നതെന്ന്. അത് അയാളുടെ ബിഹേവിയർ ആണ്. അതൊരിക്കലും നിങ്ങളുടെ വാല്യൂ അല്ല. അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മളിങ്ങനെ കാട് കയറി ചിന്തിക്കുമല്ലേ, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, ഞാൻ എന്തോ തെറ്റ് ചെയ്തു അതുകൊണ്ടായിരിക്കാം. ഒരിക്കലുമല്ല. അത് അയാളുടെ ബിഹേവിയർ ആണ്. അതൊരിക്കലും നിങ്ങളുടെ വാല്യൂ അല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അത്രയ്ക്കും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് അയാൾക്ക് അയക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾ അയക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു സൈലൻസ് വരില്ല. ആ ഒരു സൈലന്റ് പണിഷ്മെന്റ് ഒരിക്കലും ഒരു പാർട്ണറും കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പേ അല്ല. അത്തരത്തിൽ ഒരാള് നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ടാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ ഓർക്കുക. ആ ഒരു വ്യക്തി മാത്രമല്ല നിങ്ങളുടെ ലൈഫിലുള്ളത്. ചുറ്റിനും നിന്ന് നോക്കുക. ചുറ്റിനും നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടാവും. അവരെ കൂടി ഒന്ന് പരിഗണിക്കുക. പോകുന്നവർ പൊയ്ക്കോട്ടെന്നേ. നമ്മൾ എന്തിനാണ് അവരെ പുറകെ പോകുന്നത്? സോ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് താങ്ക് യു സോ മച്ച്. ബൈ.